ശിവപാർവതിമാരുടെ പുത്രി ആരായിരുന്നു? പരമശിവൻ കൈലാസപർവ്വതത്തിൽ നിന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ പാർവതി ദേവിക്ക് ഉണ്ടാകുന്ന ഏകാന്തതയിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു കൽപ്പകവൃക്ഷത്തിൽ നിന്ന് ലഭിച്ച അശോകസുന്ദരി. അശോക എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖമില്ലാത്തവൾ എന്നാണ്. പാർവതി ദേവിയുടെ ദുഃഖത്തിൽ നിന്നുള്ള മോചനം കാരണം അശോകസുന്ദരി എന്ന പേരിട്ടു. പേരിനോട് നീതി പുലർത്തുന്നവണ്ണം സുന്ദരിയായിരുന്നു. ഗണപതിയുടെ തല വെട്ടുന്ന സമയത്ത് സുന്ദരി അവിടെ ഉണ്ടായിരുന്നു. അശോകസുന്ദരി തന്റെ പിതാവിന്റെ പ്രവൃത്തിയിൽ ഭയന്ന് ഒരു ചാക്കുപ്പിനുള്ളിൽ മറയുന്നു. മക്കളുടെ വിധി അറിഞ്ഞപ്പോൾ പാർവതി ദേവിക്ക് ദേഷ്യം വന്നു. ദേഷ്യം കൊണ്ട് ദേവി അശോകസുന്ദരിയെ ഉപ്പിന്റെ ഭാഗമാകാൻ ശപിക്കുകയും ചെയ്തു. പിന്നീട് ശിവൻ ഗണപതിയുടെ തല പുനഃസ്ഥാപിച്ചപ്പോൾ അവർ മകൾക്ക് ജീവൻ നൽകുകയും സുന്ദരിയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അശോകസുന്ദരി ഉപ്പില്ലാതെ ഭക്ഷണത്തിന് രുചിയില്ല എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അശോകസുന്ദരിയെ താമസിയാതെ ചന്ദ്രവംശി രാജാവായ നഹുഷൻ വിവാഹം കഴിച്ചു. അവരുടെ മകൻ വിവിധ വംശങ്ങളുടെ പൂർവികനായ യയാതിയായിരുന്നു.